ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്തായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ദരിദ്ര രാഷ്ട്രമാണ് മഡ്ഗാസ്കർ ദ്വീപ്. വൈവിധ്യമാർന്ന ജീവിത രീതിയും സസ്യജന്തുജാലങ്ങളുടെ ആവാസവും കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണിത്. ലോകത്തിലെ 4ാമത്തെ വലിയ ദ്വീപായ മഡ്ഗാസ്കറിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേര് ആഴത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനികതയുടെ അതിരുകളിലേക്ക് ഇനിയും കടന്നുവരാത്ത ഈ ജനവിഭാഗങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ഉയർത്തെഴുന്നേൽപ്പിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളാണ് മഡ്ഗാസ്കറിലെ പോർട്ട് ബെർജ് രൂപതയുടെ ഇടയനായ അഭിവന്ദ്യ മാർ ജോർജ് പുതിയകുളങ്ങര പിതാവ്. പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായ അഭിവന്ദ്യ പിതാവിന് ബാല്യം മുതൽ ഇന്നോളം ആ അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്നെ അനുദിനം വഴി നടത്തുന്ന ആ മാതൃസ്നേഹത്തെക്കുറിച്ച് പിതാവ് നമ്മോട് പങ്കുവയ്ക്കുന്നു. മാതാവിനെ എപ്പോഴും എൻ്റെ നല്ല അമ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എപ്പോഴും. അപ്പോൾ മാതാവ് എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ടെന്ന് എനിക്കറിയാം. കൊച്ചുനാളിൽ മുതലേ മാതാവിനോട് വളരെ ഭക്തി ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ടും കുടുംബത്തിലെ ചാച്ചനും അമ്മച്ചിയും എനിക്ക് പറഞ്ഞു തന്ന ആ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. കൊച്ചുനാളിൽ അമലോത്ഭ മാതാവിൻ്റെ തിരുനാൾ എടൂര് പള്ളിയിൽ ഉണ്ടായിരുന്നപ്പോൾ അമ്മച്ചിയും ചാച്ചനും കൂടെ ആ തിരുനാളിൽ പങ്കെടുക്കുവാൻ പോകുമായിരുന്നു. ഞാൻ ജനിച്ചത് എടൂരിലെ അമലോത്ഭനാഥ മാതാവിൻ്റെ പള്ളി ആ ഇടവകയിലാണ്. അപ്പോൾ എല്ലാ കൊല്ലവും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി മാതാവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുവാനായിട്ട് ചാച്ചനും അമ്മച്ചിയും പോകുമായിരുന്നു. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, നിന്നെ മാതാവിനെ കാഴ്ചവെച്ചതാണ്, എന്നും മാതാവിനോട് മാതാവിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കണം, അപ്പം മാതാവ് നിന്നെ ഒരിക്കലും കൈ വിടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നല്ല ഒരു ഉപദേശം അമ്മച്ചി തന്നതിന്. അതുപോലെ അമ്മച്ചിയും ചാച്ചനുമൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കൊച്ചുനാളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ ജപമാല ചെല്ലുന്നത്. അപ്പോൾ ആ ജപമാല ചെല്ലിയതിന് ശേഷം നല്ല മാതാവേ, അല്ലെങ്കിൽ വേറെ മാതാവിൻ്റെ പാട്ടുകൾ, നിത്യസഹായ മാതാവേ എന്നുള്ളൊക്കെ പാട്ടുകൾ നന്നായിട്ട് പാടുവന്നു. അപ്പോൾ അത് മാതാവിനുള്ള ആ സ്നേഹം കൂടുതലായി വർദ്ധിക്കുന്നതിന് മാതാവിൻ്റെ പാട്ടുകൾ പഠിച്ച് പാടുമായിരുന്നു. അമ്മച്ചിയും ചാച്ചനും കൂടുതൽ പാടുമ്പോൾ, അതുപോലെ ഞാനായിരുന്നു കുടുംബത്തിലെ മൂത്തത്. ഞങ്ങൾ 9 കുട്ടികളായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക നല്ലൊരു സമയമായിരുന്നു ഈ പ്രാർത്ഥനാ സമയം. അത് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. കൊച്ചുനാളിലാണെങ്കിൽ തന്നെ അങ്ങനെ ഈ തിരുനാളിന് പോകുന്നു. അതുപോലെ മാതാവിനുള്ള പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശനിയാഴ്ച പള്ളിയിൽ പോയിട്ട് കുമ്പസാരിച്ച് കുർബാന കേൾക്കുക എന്നൊരു പ്രത്യേക അമ്മച്ചി പഠിപ്പിച്ചതാണ്. അത് മാതാവിനോടുള്ള ഭക്തി, മാതാവിൻ്റെ ആ ദിവസമാണല്ലോ നമുക്കറിയാമല്ലോ ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച മാതാവിനോട് കൂടിയിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള സഹായങ്ങൾ മാതാവ് ചെയ്തു തരും എന്നുള്ള ഇത് നമുക്കറിയാമായിരുന്നു. ആദ്യ കുർബാന കൈക്കൊണ്ടതിന് ശേഷം നാം നമസ്കാരമൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ടും എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ദിവസവും കുർബാന കൈക്കൊണ്ടതിന് ശേഷം ചെല്ലുമായിരുന്നു, ഇപ്പോഴും ചെല്ലുന്നുണ്ട്. അത് മാതാവിനോടുള്ള ആ ഭക്തി, കാരണം മാതാവ് നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ ജീവിതത്തിൽ അത് ആഴമായിട്ട് പതിക്കുന്നതിന് ആ പ്രാർത്ഥന എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ജപമാല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, എടൂരിൽ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചെല്ലുന്നതിനായിട്ട് എല്ലാ ഉച്ചയ്ക്കും ആദ്യം കുരിശുമണി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ പോയിട്ട് മൈക്കിൽ കൂടി എല്ലാവർക്കും, അത് ഹൈസ്കൂളിലും അതുപോലെ LP സ്കൂളിലും അതുപോലെ UP സ്കൂളിലുമുള്ള കുട്ടികൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ചെല്ലുന്നതിനായിട്ട് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്നെ ആയിരുന്നു വിളിച്ചത്. നീ ഇത് കർത്താവിൻ്റെ മാലാഖ എല്ലിട്ട് നിനക്ക് നല്ല ശബ്ദം
ശബ്ദമുണ്ട്, അതുകൊണ്ട് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ഒരു വളരെ സന്തോഷമായിരുന്നു. വളരെ നല്ല അഭിമാനത്തോടുകൂടി ആ പ്രാർത്ഥന മാതാവിനോടൊന്നിച്ച് ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാറ്റുങ്ക, ബോംബെയിലെ മാറ്റുങ്കായിൽ നിന്ന് മാതാവിൻ്റെ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ഒരു കലണ്ടർ അവർ സലേഷ്യൻ അച്ഛന്മാർ അയച്ചിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു അവരുമായിട്ടുള്ള. അതെനിക്കൊരു വലിയൊരു സന്തോഷമായിരുന്നു ആ കലണ്ടർ. കാരണം ആ മാതാവ് ഉണ്ണീശോയെ കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പടം വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്കൊരു തന്നെ ഒരു വിശ്വാസം, ഉണ്ണീശയെ പോലെ എന്നെയും മാതാവ് അവിടുത്തെ കൈകളിൽ കൊണ്ടുപോകുന്നുണ്ട്, എന്നെ കൈകളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം മാതാവിനെ വിട്ടിട്ട് ഒന്നും ചെയ്യാൻ എന്ന് വന്നാലും മാതാവിൻ്റെ കൂട്ടത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വൈദികനാകാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കാനായി സെമിനാരിയിൽ പ്രവേശിച്ച പിതാവിന് അവിടെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ കരുതലും സംരക്ഷണവും ദർശിക്കാൻ സാധിച്ചു. സെമിനാരി ജീവിതത്തിൽ ജപമാല ഭക്തിയിലും ദൈവമാതൃസ്നേഹത്തിലും വളർന്നു വരുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ സെമിനാരിയിൽ ഹൈസ്കൂൾ പഠിത്തമൊക്കെ സെമിനാരിയിൽ ചേർന്നപ്പോഴും ആ മാതാവിൻ്റെ സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിൽ മൈസൂർ പഠിച്ചു. അതിനു മുമ്പ് സെൻറ്റ് ജോസഫ് മംഗലാപുരത്ത്, അവിടെയും ആ മാതാവിനോടുള്ള ഭക്തി അവിടുത്തെ വൈദിക മറ്റുള്ളവരെല്ലാവരോടും എന്നും കൊന്ത ചെല്ലുന്നതിനും അതിനുശേഷം ഒന്നിച്ച് പാട്ടൊക്കെ പാടുന്നതിനും സൽവി റെജീന എന്ന ലാറ്റിൻ ഗീതം മാതാവിനോട് ഒന്നിച്ച് പാടുന്നതിനും ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു കാര്യം വന്നാലും എൻ്റെ മാതാവ് എന്നെപ്പോഴും വിളിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ മാതാവിൻ്റെ തുണ, നമുക്ക് ആ മാതാവിൻ്റെ സഹായം എപ്പോഴും നമുക്കൊരു ആശ്രയമായിരുന്നു. അത് അങ്ങനെ സെമിനാരിയിൽ തന്നെ ആ കൊന്ത ചെല്ലുകയും ദിവസവും ഒരിക്കലും കൊന്ത ചെല്ലാതിരിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അത്രമാത്രം മാതാവിനോട് വിളിച്ച് നമുക്ക് എന്തെങ്കിലും കൂടുതൽ ജോലികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ കിടക്കുന്നതിന് മുമ്പ് പോയി കൊന്ത ചെല്ലിയിട്ട് ഒരു കൊന്തയെങ്കിലും ചെല്ലിയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു പോയി കിടക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് സെമിനാരിയിൽ ചെന്ന് കഴിഞ്ഞപ്പം മാതാവിനെ പറ്റി പല മരിയോളജി കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിനും കൂടുതലായിട്ട് ആ മാതാവിൻ്റെ ആ ഭക്തി മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിനും ആ ജപമാലയുടെ ആ അതിശയകരമായ ആ ശക്തിയെപ്പറ്റി മറ്റുള്ളവർക്ക് പറയുന്നതിനും പലപ്പോഴും ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ എൻ്റെ സെമിനാരി ജീവിതത്തിലാണെങ്കിൽ തന്നെയും അതിനു മുമ്പ് തന്നെയാണെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ മോട്ടോർ സൈക്കിൾ പഠിക്കുകയാണ് സെമിനാരിൽ ചേർന്ന് അങ്ങനെ മോട്ടോർ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു പള്ളിയുടെ വട്ടം കറങ്ങുമായിരുന്നു അന്നേരം ഒരു ബ്രേക്ക് ഇടേണ്ടതിന് പകരം അതിനെ ക്ലച്ച് കൂട്ടി ചവിട്ടി. അപ്പോൾ ക്ലച്ച് ചവിട്ടിയപ്പോഴത്തേക്കും അത് അവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റിൽ പോയി ഇടിച്ചിട്ട് മോട്ടോർ സൈക്കിൾ അങ്ങോട്ടേക്ക് കയറി. അപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു മരമാണ് നിൽക്കുന്നത്. ആ മരത്തെ പോയിട്ടാണ് ഇടിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കണേ എന്നൊരു വിളിക്കുക. എന്തെന്നറിയത്തില്ല, ആ മരത്തെ തൊട്ട് അവിടെ ആ മോട്ടോർ സൈക്കിൾ അങ്ങോട്ട് നിന്നു. അപ്പോൾ ആ മാതാവിൻ്റെ കൈ ആണ് മോട്ടോർ സൈക്കിൾ അവിടെ നിർത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മാതാവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ആ മാതാവിൻ്റെ പാട്ടുപാടി അതുകൊണ്ട് ജപമാല ചൊല്ലിയിട്ട് മാതാവിന് നന്ദി പറഞ്ഞു. അപ്പോൾ ഇതുപോലെ വേറെയും കാര്യമുണ്ട്. വേറെ ഞാൻ ഹൈദരാബാദിലെ കമ്മ്യൂണിക്കേഷൻ്റെ ട്രെയിനിങ്ങിൽ പഠിക്കുമ്പം സമയത്ത് റീജൻസിക്ക് അവിടെ പോയിട്ട് മാസ് മീഡിയയെ പറ്റി പഠിക്കുകയാണെന്നോ. അപ്പോൾ എൻ്റെ അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരന് ഈ റേസിൽ മോട്ടോർ സൈക്കിൾ റേസിൽ അവൻ പങ്കെടുക്കുന്നതാണ്. ഒരു ദിവസം അങ്ങനെ ആരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകാൻ 2-3 മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മോട്ടോർ സൈക്കിൾ ഒരു വലിയ ഗ്രൗണ്ട്, അവിടെ പരേഡ് ഗ്രൗണ്ട് ഉണ്ട്. ആ പരേഡ് ഗ്രൗണ്ടിൽ മോട്ടോർ സൈക്കിൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വിടാനായിട്ട് ഒരു 100-125 കിലോമീറ്റർ വേഗത്തിൽ. അപ്പോൾ നേരത്തെ അങ്ങ് പോകുമ്പോൾ ഇങ്ങനെ 3 പേരും 3 ലൈനകത്ത് പോകുന്നു. അപ്പോൾ ഞാൻ പോകുന്ന അവിടുത്തെ വലിയൊരു കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് അങ്ങോട്ട് പോയിട്ട് ആ മോട്ടോർ സൈക്കിൾ അങ്ങോട്ട് ചാടിപ്പോയി. എൻ്റെ മാതാവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ കുഴിയിൽ ആ മോട്ടോർ സൈക്കിൾ ചവിടിയെങ്കിലും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ മാതാവിൻ്റെ മാതാവിൻ്റെ ആ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ വളരെ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് കൊന്ത ജപമാല
ചെല്ലുമ്പോൾ, ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്ക് മാതാവ് നമ്മോടുകൂടി ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ കൊന്ത ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട് വിശുദ്ധ മദർ തെരേസയെ കണ്ടപ്പോൾ അവിടെ 1977 വിശാഖപട്ടണത്ത് അവിടെ അന്ന് പിന്നെ വലിയ സൈക്ലോൺ വന്നിട്ട് കൃഷ്ണ ഡിസ്ട്രിക്റ്റിൽ ധാരാളം പേര് മരിച്ചുപോയി. അപ്പോൾ അവരെ പിന്നെ കാണുന്നതിന്, അവരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് മദർ തെരേസ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ മദർ തെരേസയെ കാണുന്നതാണ്. അന്ന് മദർ തെരേസയുടെ കയ്യിൽ എപ്പോഴും ആ കൊന്തയുണ്ട്. അത് എനിക്കും എന്തുകൊണ്ട് നമുക്കൊരു കൊന്ത എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പോക്കറ്റിലില്ല, അല്ലെങ്കിൽ കഴുത്തിലിടുക എന്ന്. ഇപ്പം ഇപ്പോൾ നമ്മളിൽ പലരും ആ കഴുത്തിലിട്ട് കൊന്തയിടുന്നുണ്ട്. അത് ആ മാതാവിനുള്ള ഭക്തിയാണ്. അപ്പോൾ നമുക്കൊരു ശകലം സമയം കിട്ടിയാലും മാതാവിനോട് പ്രാർത്ഥിക്കാം, ആ കൊന്ത ചെല്ലാം. കൊന്ത കഴുത്തിൽ അല്ലെങ്കിൽ മോതിര കൊന്തയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ആ ഭക്തി കാണിക്കുന്നതിന് നമ്മളെ സഹായിക്കും. തൻ്റെ പൗരോഹിത്യ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ഇദ്ദേഹം ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാൻ തിരഞ്ഞെടുത്ത ദിവസവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും തെളിവാക്കുന്നതായിരുന്നു. പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ധാരാളമായി അനുഭവിക്കുവാൻ ഈ മാതൃസ്നേഹം ഇദ്ദേഹത്തിനിടയാക്കി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ പള്ളിയിൽ, എടൂരെ പള്ളിയിൽ എന്നെ മാമോദിസ മുക്കിയത്. അപ്പോൾ ആ മാതാവിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. അതുപോലെ തന്നെ ഞാൻ പിന്നെ സെമിനാരിയിൽ പഠിച്ചപ്പോൾ ജപമാലയൊക്കെ ചൊല്ലുന്നു. പിന്നെ ഷെമാശനായി കഴിഞ്ഞിട്ട്, ഡീക്കനായി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചിക്കമംഗളൂരിലെ പിതാവ് എന്നോട് ചോദിച്ചു, ഡീക്കന് ഇവിടെ ഇത് ഗുരുപട്ടം വേണമെങ്കിൽ ഞാൻ തരാം, ഞാൻ പറയാം എവിടെയാണ്. പക്ഷേ ഡീക്കൻ ഒരു ദിവസം തിരഞ്ഞെടുത്തു, എന്നിട്ട് ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതനുസരിച്ച് ഞാൻ ഗുരുപട്ടം തരാമെന്ന് പറഞ്ഞു. അതല്ല, കേരളത്തിൽ പോയിട്ട് അവിടെയാണോ ഗുരുപട്ടം സ്വീകരിക്കുന്നതെങ്കിൽ ഡീക്കൻ തന്നെ അവിടുന്ന് വേറെ മെത്രാനോട് ചോദിച്ചിട്ട് മെത്രാനെ കണ്ടുപിടിച്ച് ഗുരുപട്ടം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാതാവിനുള്ള ഭക്തി കൊണ്ട് മാതാവ് മെയ് മാസത്തിൽ, എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരെല്ലാം ഏപ്രിലിൽ തന്നെ എല്ലാവരും തന്നെ ഗുരുപട്ടം സ്വീകരിച്ചു. ഞാൻ മാതാവിനോടുള്ള ആ ഭക്തി കൊണ്ട്, മാതാവിൻ്റെ മാസമാണല്ലോ മെയ് മാസം, അപ്പോൾ നമ്മൾ കൊച്ചുനാളിൽ പഠിച്ചിട്ട് ആ വണക്കമാസം, ആ വണക്കമാസം വീടുന്ന ദിവസം മാതാവ് എലീശ പുണ്യവതിയെ സന്ദർശിച്ച ആ തിരുനാളിൻ്റെ ദിവസമാണ് ഞാൻ തിരഞ്ഞെടുത്തത്, മെയ് 31. അതും അന്നേരം അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. എന്തെന്നാൽ എനിക്കറിയില്ലായിരുന്നു എവിടെയാണ് ഞാൻ ഈ ഡേറ്റ് അവിടുത്തെ അന്നത്തെ പിതാവായിരുന്ന അൽഫോൻസ് മത്തിയാസിനോട് ഞാൻ പറഞ്ഞു. അപ്പോഴും കുഴപ്പമില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഡീക്കൻ പോയിട്ട് ധ്യാനമൊക്കെ കഴിക്കുക, ധ്യാനത്തിൽ കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ മാതാവിനോട് കൂടുതലായിട്ട് മാതാവിനോട് മാതാവിൻ്റെ ഒന്നിപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ മെത്രാനച്ചൻ പറഞ്ഞു, അവിടെ അർശിക്കര എന്ന മാതാവിൻ്റെ ദേവാലയത്തിലാണ് മെയ് 31 ഡീക്കൻ്റെ ഗുരുപ്പട്ടം തരുന്നത്. എനിക്കൊത്തിരി സന്തോഷമായി. കാരണം മാമോദിസ മുക്കിയത് അവിടെ മാതാവിൻ്റെ പള്ളിയിൽ, ഹൈസ്കൂളിൽ പഠിച്ചത് അവിടെ മാതാവിൻ്റെ പള്ളിക്കൂടത്തിൽ. അതുപോലെ ഇപ്പം തന്നെ ഇപ്പോൾ മാതാവിൻ്റെ പള്ളിയിൽ തന്നെയാണ് എനിക്ക് ഗുരുപ്പട്ടം കിട്ടാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ കേരളത്തിൽ നിന്ന് അവിടെ വന്നിട്ട് മാതാവിൻ്റെ ആ പള്ളിയിൽ, അതായത് അർശിക്കര ഹാസൻ ഡിസ്ട്രിക്റ്റിലാണ്, അവിടെ വന്ന് എല്ലാവരും കണ്ടു. അപ്പോൾ മാതാവിൻ്റെ ആ ഗ്രോട്ടോ കണ്ടു. അപ്പം മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മാതാവിനെ മാറ്റി നിർത്താൻ കഴിയില്ല. മാതാവ് നല്ല അമ്മയാണ്, എൻ്റെ നല്ല അമ്മ മാതാവാണ്. ആ മാതാവിന് അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് കൂടിയാണ് പിതാവ് നടന്നിരുന്നത്. തനിക്കേൽപ്പിക്കപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. തുടർന്ന് ഒരു മിഷണറിയായി അയക്കപ്പെട്ടപ്പോഴും ഈ മാതൃസ്നേഹവും സംരക്ഷണവും കൂടുതലായി അനുഭവിക്കാൻ പിതാവിന് കഴിഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കർണാടകയിലെ
അർശിക്കര മാതാവിൻ്റെ പള്ളിയിൽ വെച്ചാണ് എനിക്ക് ഗുരുപ്പട്ടം ലഭിച്ചത്. അതിനുശേഷം ഹാസനിലുള്ള സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പിതാവ് എന്നെ അയച്ചത്. അവിടെ ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. അവിടെ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കുട്ടികളെ പ്രത്യേകമായിട്ട് കൊന്ത ചെല്ലുന്നതിന് പ്രത്യേകമായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. മാത്രമല്ല അവിടെ കൊങ്കണികളുടെ ഒരു ഫീസ്റ്റുണ്ട്. മാതാവിൻ്റെ തിരുനാൾ ജന്മദിന സെപ്റ്റംബർ 8. അപ്പോൾ ഒരാഴ്ച 9 ദിവസത്തെ നോവേനയുണ്ട്. പിള്ളേർ പൂക്കളെല്ലാം കൊണ്ടുവന്ന് കൊച്ച് ഉണ്ണി മേരിയുടെ അവിടെ പൂക്കളൊക്കെ വിടുന്നത്, അതൊക്കെ നല്ലൊരു സന്തോഷത്തിൻ്റെ ഇത് ഫീസ്റ്റാണ്. അതിനുശേഷം അവിടെ നിന്നും ഞാൻ ഞാൻ പറഞ്ഞു ഒരു മിഷണറി ആകുവാനായിട്ട് മഡഗാസ്കറിലേക്ക് പോകുവാനായിട്ട് വിളിയുണ്ടായപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് ഞാനതിന് മറുപടി കൊടുത്തത്, ഒരു മിഷണറി ആകുവാനായിട്ട്. അപ്പം മാതാവിൻ്റെ സഹായം അതിനും കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. മാതാവ് ചെയ്യുന്ന പോലെ എല്ലാ ദൈവഹിതമനുസരിച്ച് ചെയ്യുവാനായിട്ട് എനിക്കും ഒരു പ്രത്യേകമായിട്ട് സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ അവിടുന്ന് യാത്ര അയക്കുമ്പോൾ ആ സമയത്ത് അവിടുത്തെ പിതാവ് അൽഫോൻസ് മത്തിയാസ് എന്ന് ഞങ്ങൾക്ക് സമ്മാനമായി തന്നത് കൊന്തയാണ്. അപ്പോൾ ഈ കൊന്ത എപ്പോഴും നിങ്ങളോട് ഉണ്ടായിരിക്കുക. ആ കൊന്ത ഇന്നും എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഒരിക്കലും മറക്കാറില്ലെന്നുള്ളത്. ആ കൊന്ത ജപമാല മാതാവിനോടൊന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ അവിടെ പാരീസിൽ അവിടെ ഭാഷ പഠിക്കുവാനായിട്ട് ചെന്നു. അപ്പോൾ ഞങ്ങളുടെ MEP ഹൗസിൻ്റെ ഫ്രഞ്ച് മിഷണറിമാരുടെ ഹൗസിൻ്റെ അടുത്ത് തന്നെയാണ് മാതാവ് കാത്രീൻ ലബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലം. അത്ഭുത കാശുരൂപം കാത്രീൻ ലബോറയ്ക്ക്, വിശുദ്ധ കാത്രീൻ ലബോറയ്ക്ക് കൊടുത്തത്. എന്നിട്ട് അവിടെ ഇരുന്ന ആ മാതാവ് ഇരുന്ന ആ കസേര അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കുർബാന ചെല്ലാനായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് കുറച്ച് ഫ്രീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഭാഷ പഠിക്കുന്ന അവസരത്തിൽ അവിടെ പോയിട്ട് കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു, കുർബാന ചെല്ലുമായിരുന്നു. അപ്പോൾ ആ മാതാവിന് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്നേഹം കാണിക്കുന്നതിനായിട്ട്, അപ്പം നമുക്ക് മാതാവിനെ സ്നേഹിക്കുമ്പം ഈശോയുടെ സ്നേഹം നമുക്ക് കൂടുതലായിട്ട് മാതാവിൻ്റെ സ്നേഹത്തിൽ കൂടി നമുക്ക് കിട്ടുമെന്ന് എനിക്കുള്ള വിശ്വാസമാണ്. അതുപോലെ തന്നെ തിരിച്ച് അവിടുന്ന് ഞങ്ങൾ മിഷണറി ആയിട്ട് മഡഗാസ്കറിലേക്ക് പോകുന്നത് അത് ഒക്ടോബർ മാസമായിരുന്നു. ഒക്ടോബർ നമുക്കറിയാം കൊന്ത മാസം. ആ മാതാവിനോടുള്ള ജപമാല മാതാവിനോടുകൂടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം എല്ലാം എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ആ ഇടപെടൽ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. അങ്ങനെ അവിടെ പോകുമ്പോൾ അവിടെ ചെന്ന് ഭാഷ പഠിക്കുമ്പോൾ തന്നെ അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ മാതാവിനെപ്പറ്റി കൂടുതലായിട്ട് മറ്റുള്ളവർ പറയുവാനായിട്ട്, ആ ഭക്തി ഉണ്ടാകുവാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അവിടെ മിഷണറിയായിട്ട് ഭാഷയൊക്കെ മലകാശി ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ജോലിക്ക് പോകും. ഒരു ദിവസം ഞാൻ ഈ ഒരു നമ്മുടെ ക്രിസ്മസ് ആ അവസരത്തിൽ ഞാനുണ്ടായിരുന്ന ആ പള്ളിയിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പള്ളിയിലേക്ക് അന്ന് ഈ ക്രിസ്മസിൻ്റെ രാത്രിയിലുള്ള 24 ഡിസംബർ 24 ആ കുർബാനയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു മോട്ടോർ സൈക്കിളിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അന്ന് അവിടെ രാത്രിക്ക് നല്ല മഴ പെയ്തു ആ കുർബാനയുടെ സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ ഈ ഭയങ്കരമായിട്ട് ചേർന്ന് പറഞ്ഞാൽ ഭയങ്കര ചേർ വണ്ടി മോട്ടോർ സൈക്കിൾ മുന്നോട്ടും പോയില്ല, ഒരുപോലെ അത്രമാത്രം ഭയങ്കരമായിട്ട് ചേറിൽ അകപ്പെട്ടു മോട്ടോർ സൈക്കിളിൽ കൊണ്ട് പോകുമ്പോൾ. കുറച്ചങ്ങോട്ട് പോയാൽ അത് മോട്ടോർ സൈക്കിളിൽ കൊണ്ട് മറിയുന്ന പോലെ അങ്ങോട്ട് ഈ ചേറ് ഭയങ്കരമായിട്ട് ഇത് മഴയുടെ ഉണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവിടെ പോയിട്ട് രാവിലെ ഞാൻ പോയ ആ പള്ളിയിൽ അവിടെ പോയിട്ട് കുർബാന ചെല്ലേണ്ടതാണ്. അപ്പം രാവിലെ തിരിച്ചു വരണം. ഞാൻ അവിടെ നിന്നൊരു 2 മണിയായപ്പോഴാണ് അവിടെ നിന്ന് രാത്രിക്ക് പുറപ്പെട്ടത്. ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഞാൻ വിചാരിച്ചു, മാതാവ് എന്നെ സഹായിക്കും, ഞാൻ നാളെ രാവിലെ പോയിട്ട് അവിടെ കുർബാന ചെല്ലണ്ടേ, ക്രിസ്മസിൻ്റെ കുർബാന, മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അവിടെ ഒന്ന് കൊന്ത ചെല്ലി ഇത് കഴിഞ്ഞിട്ട് മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. മുന്നോട്ട് പോയിട്ട് വീണില്ലെന്നുള്ളതാണ്. ഒരിക്കലും അത് സ്ഥലത്ത് എത്തി. രാവിലെ കുറച്ച് സമയമെടുത്തു. എന്നിരുന്നാലും ഒരു രാവിലെ തന്നെ ഒരു 4 മണിയായപ്പോഴത്തേക്ക് ഞാനവിടെ എത്തേണ്ട സ്ഥലത്തെത്തി. 8 മണിക്കുള്ള കുർബാന എനിക്ക് ചെല്ലാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് ഞാൻ അവിടുത്തെ അന്നത്തെ പിതാവിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വേറൊരു പള്ളി സന്ദർശനം
കാണാനായിട്ട് പോകുന്ന അവസരത്തിൽ അവിടുന്ന് ഒരു മരപ്പാലത്തെ കയറിയിട്ട് ആ ഉള്ളംതടികളൊക്കെ പോയി. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ എന്താണ് മുതലയാണ് മുകളിലേക്ക് നോക്കുന്നത് നമുക്ക്. അതുപോലെ അപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ വണ്ടി താഴോട്ട് വീഴല്ലേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന്. അതുകൊണ്ട് ഞങ്ങളവിടെ പിന്നെ നടന്ന് വേറെ ഒരു വില്ലേജിലെത്തിയിട്ട് ഒരു ഗ്രാമത്തിലെത്തിയിട്ട് അവിടുന്ന് ജനങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഒരു ദിവസം ഒരു വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ആ കൊന്ത ചെല്ലുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെ ഉണ്ടായാലും മാതാവ് നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് ഈ മാതാവിൻ്റെ ഭക്തിയെപ്പറ്റി കൂടുതലായിട്ട് ജനങ്ങളോട് പറയുകയും അതുപോലെ ഈ കർത്താവിൻ്റെ മലാഖ എന്ന ജപം കുട്ടികളെ പഠിപ്പിക്കുകയും അവരോടത് ചെല്ലുവാനും വീട്ടിൽ ചെല്ലുവാനും അതുപോലെ മുതിർന്നവരെ ജപം പഠിപ്പിക്കുകയും അവരോടത് ജപമാല ചെല്ലുവാനും അതുപോലെ മുതിർന്നവരോട് കൂടുതലായിട്ട് ആ ജപമാല ചൊല്ലിയിട്ട് കുടുംബത്തിൽ എന്നും ജപമാല ചെല്ലുവാനായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചെല്ലുന്ന പോലെ അവർക്കതിൻ്റെതായ ആ പ്രത്യേക സഹായം, മാതാവിൻ്റെ സഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ആ മാതാവിൻ്റെ ഭക്തി മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനായിട്ട് ഞാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ആണെങ്കിലും എവിടെ പോയാലും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കാത്ത ദിവസമില്ല. എപ്പോഴും ഞാനൊരു പ്രസംഗം പറയുകയാണെങ്കിലും ആദ്യം തന്നെ മാതാവിൻ്റെ ആ സഹായം അതിൻ്റെ തീർക്കുന്നതിന് മുമ്പേ മാതാവിൻ്റെ ആ പ്രത്യേകമായ സഹായം എല്ലാവർക്കും അപേക്ഷിച്ചുകൊണ്ട് മാത്രമേ ആ പ്രസംഗം നിർത്തുകയുള്ളൂ എന്നാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒത്തിരി ദൂരെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ 10, 20, 30, 40, 50 കിലോമീറ്റർ ഒരു ദിവസം നടന്നു പോകുമ്പോൾ എന്താണ് ആ മാതാവേ എനിക്ക് എന്നെ സഹായിക്കണമേ, ക്ഷീണം ഉണ്ടാകാതെ ഈ ജനങ്ങളോട് കൂടിയിട്ട് പോകുവാനായിട്ട് അവർക്കും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്കും നല്ല സന്നദ്ധത കൊടുക്കണമേ. അപ്പോൾ ഒന്നിച്ച് ആ പ്രാർത്ഥന ജപമാല ചൊല്ലിക്കൊണ്ട് പോകുമ്പോൾ ആ ക്ഷീണം അറിയുകയില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ രൂപതയിൽ എവിടെ പോയാലും ആ കൊന്ത ചെല്ലുവാനായിട്ട് അറിയത്തില്ലാത്തവരെ കൂടെ പഠിപ്പിക്കും. എന്നിട്ട് കൊന്ത ചെല്ലാന്ന് ചിലപ്പോൾ ഈ ഫ്രഞ്ചുകാർ അവിടെ കാണും, അവർ ഈ യൂത്ത് അവിടെ സഹായിക്കാനായിട്ട് വരുന്നതാണ്, ഫ്രഞ്ചൊക്കെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ. അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഈ മാതാവിൻ്റെ ജപമാല. അപ്പോൾ അവരോട് പറയും നമുക്ക് ജപമാല ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവർ പഠിപ്പിക്കും. ചിലർ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ ഈ നന്മ നിറഞ്ഞ മറിയമെന്ന ജപം ആദ്യമായിട്ടാണ് ചെല്ലുന്നതെന്ന്. അപ്പോൾ അത് അങ്ങനെ വളരെ പേരെ മാതാവിൽ കൂടി ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തെ ആ സ്നേഹം മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലെനിക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. അപ്പം ആരോടാണെങ്കിലും മാതാവിൻ്റെ കാര്യം പറയുന്നതിൽ, മാതാവിനെ പറ്റി പറയുന്നതിൽ എനിക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. അതുതന്നെയല്ലേ എൻ്റെ വണ്ടിയിലാണെങ്കിൽ ഞാൻ പോകുന്ന ഒരു 4 വീൽ ഡ്രൈവ് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ തന്നെ 3-4 കൊന്തകളുണ്ട്. അപ്പം വേറെ ആരെങ്കിലും വന്നാലും അവരെ കൊന്ത ചെല്ലാനായിട്ട് സഹായിക്കാൻ അതുപോലെ ഞാൻ എടുത്ത് പറയും. പിന്നെ വണ്ടിയുടെ മുൻവശത്ത് തന്നെ കൊന്ത ഉള്ളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ ഈ റോമിൽ നിന്ന് വാങ്ങിയതാണ്. ഈ തിളങ്ങുന്ന കൊന്ത പോലെ ആ വണ്ടിയുടെ തന്നെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് കണ്ടാലും ആ മാതാവിൻ്റെ ആ മുഖം പോലെ ആ കൊന്ത കാണാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ എന്തിനാണ് മാതാവിൻ്റെ നമ്മുടെ നല്ല മാതാവാണ്, നല്ല അമ്മയാണ് മാതാവ്. അപ്പം ആ നല്ല മാതാവേ എന്നുള്ള ആ ഒരു സ്നേഹം നമുക്ക് എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഞാനിവിടെ ഇന്ത്യയിൽ വരുമ്പോൾ മാതാവിൻ്റെ ഈ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവർക്ക് കൊടുക്കും. അത് ഒട്ടിക്കുക, മാതാവ് വിമല ഹൃദയത്തിൻ്റെ ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടിയിലൊക്കെ ഒട്ടിച്ച്. അപ്പോൾ ആ മാതാവിൻ്റെ ഭക്തി കൂടുതലായിട്ട് മറ്റുള്ളവരെ ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞു, യൂറോപ്പിലാണെങ്കിലും പല സ്ഥലത്തും ലോകത്തിൻ്റെ അമ്മയായ മാതാവ് ആംസ്റ്റർഡാം അവിടെ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ പോയായിരുന്നു. അത് കണ്ടു, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അപ്പോൾ ആ മാതാവിനോടുള്ള ആ ഭക്തി നമ്മൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം മാതാവിൽ കൂടി ആ മാതാവിൽ കൂടി നമ്മളെ തന്നെ തൻ്റെ തിരുക്കുമാരന് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നാം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മാതാവിൻ്റെ ആ കൈ നമ്മളെ സഹായിക്കുന്നതായിട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മയിൽ ആഴമായി ആശ്രയിക്കുന്നവരെ അമ്മ വഴി നടത്തും എന്ന് കാണിച്ചു തരുന്ന ഒരു ജീവിതമാണ് പിതാവിൻ്റേത്. തൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ മിഷണറി ശുശ്രൂഷകളുടെ മധ്യേ അപ്പോസ്തോലിക പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ ശക്തിയിലാണ് എന്ന് പിതാവ് വിശ്വസിക്കുന്നു.
ഇന്നും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിതാവ് തൻ്റെ അജഗണങ്ങളെ ഈശോയിലേക്ക് നയിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് നല്ല അമ്മയാണ്. ആ നല്ല അമ്മയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ്. അതിന് വേറൊരു ഉദാഹരണം പറയാം. എന്നെ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 അവിടുത്തെ ബിഷപ്പാകുവാനായിട്ട് വിളിച്ചത് നവംബർ 24, 2008 അത് വിയറ്റ്നാമിലെ രക്തസാക്ഷികളുടെ തിരുനാൾ ദിവസമാണ്. അവിടെ വിയറ്റ്നാമിൽ മാതാവിനെ ഒത്തിരി എല്ലായിടത്തും മാതാവിനോട് ധാരാളം ഭക്തിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ മാതാവിൻ്റെ ഒരു പ്രത്യേകമായൊരു ഇടപെടലായിട്ട് എനിക്ക് തോന്നി. മാതാവ് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു മെത്രാനാകുന്നതിനായിട്ട് വിളിച്ചത്, അപ്പസ്തോലിക പിൻഗാമിയായിട്ട് വിളിച്ചത് നവംബർ 24. അപ്പോൾ അത് കൂടുതൽ എന്തു തന്നെ ഉണ്ടെങ്കിലും അത് നമ്മോടുകൂടി വിശുദ്ധരുണ്ട്, രക്തസാക്ഷികളുണ്ട്, വാഴ്ത്തപ്പെട്ടവരുണ്ട്, ധന്യരുണ്ട് എന്നുള്ള ആ ഒരു നല്ല ഒരു വിശ്വാസം നമുക്കത് കൂടുതലായിട്ട് ഉറപ്പിക്കുന്നതിന് അത് കാരണമായി. അതിനുശേഷം ഞാൻ ഒരു മെത്രാൻ സ്വീകരിക്കുന്നതിന് തിരഞ്ഞെടുത്ത ദിവസം മെയ് മാസം തന്നെയാണ്. മെയ് മാസത്തിലെ മെയ് മാസം 24. ആ 24 എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. അത് നമുക്കറിയാം, ഈ ഡോൺ ബോസ്കോ വൈദികരും അതുപോലെ സിസ്റ്റേഴ്സും പ്രത്യേകമായിട്ട് ഈ മാതാവിനെ അവർ സ്തുതിച്ച് വാഴ്ത്തുന്നുണ്ട്. മാതാവിൻ്റെ സഹായത്താൽ, ക്രിസ്ത്യാനികളുടെ സഹായം. എനിക്ക് തോന്നിയത് എന്താണ് അങ്ങനെ തിരഞ്ഞെടുത്ത് ആ മാതാവിന് എൻ്റെ ജീവിതത്തിലുള്ള ആ സ്ഥാനം. അത് മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവാണ് ആ നല്ല മാതാവ്. ആ നല്ല അമ്മ അവിടെ എൻ്റെ രൂപതയിൽ നന്നായിട്ട് എല്ലാവരെയും സഹായിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മയോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ സുവിശേഷവൽക്കരണം നടത്തുന്നത്. അതുപോലെ തന്നെ അവിടുത്തെയുള്ള കത്തീഡ്രലിൻ്റെ രൂപതയുടെ മധ്യസ്ഥ സ്വർഗാരോപണം ചെയ്ത മാതാവാണ്. അപ്പോൾ ആ മാതാവിലെ സ്വർഗത്തിലേക്ക് ഈശോ തൻ്റെ മാതാവിനെ ശരീരം ചീത്തയാകാതെ, ശരീരം ദ്രവിച്ചു പോകാതെ, നമുക്കറിയാം ആത്മാവിനോട് ശരീരത്തോടും കൂടി മാതാവിനെ സ്വർഗത്തിലേക്ക് കരയേറ്റുന്നു. ആ മാതാവിൻ്റെ ഭക്തി ധാരാളമായിട്ട് രൂപതയിലുണ്ടാകുന്നതിനായിട്ട് ഞാൻ എല്ലായിടത്തും മാതാവിൻ്റെ ഭക്തി ഉണ്ടായിരിക്കണം. കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഏതൊരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവിടെ ആ സമാധാനമുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ ആ കൂട്ടായ്മയുണ്ട്, അവിടെ ഒരു ഐശ്വര്യമുണ്ട്. മാതാവിൻ്റെ ആ സാന്നിധ്യം അന്ന് കാനായിലെ ആ വിവാഹ വിരുന്നിൽ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ അത്ഭുതം നടന്നു. ആ ഈശോ അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും മാതാവിന് നല്ല സ്ഥാനം കൊടുക്കുക. അപ്പോൾ മാതാവിനെ ഒരിക്കലും വിടാതെ ദിവസവും പ്രാർത്ഥിക്കുക. ഞാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ, യാത്രയിൽ സമയം കിട്ടുമ്പോൾ ധാരാളം കൊന്തകളി ചെല്ലും. അപ്പോൾ കൊന്തകളി ഈ ജപമാല ചൊല്ലിയിട്ട് എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക്, ഞാൻ അറിയുന്നവർക്ക്, എന്നോട് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ആ പ്രാർത്ഥന അർപ്പിക്കും. അപ്പോൾ അങ്ങനെ ധാരാളം അവർക്ക് ആ മാതാവിൻ്റെ സഹായം ദൈവത്തിൽ നിന്നും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവർ പറയും, പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച നിയോഗം കിട്ടി, ഉദ്ദേശം നടന്നു കിട്ടി എന്നാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ കൂടുതലായിട്ട് മാതാവിനോട് അടുത്തിരുന്ന് മാതാവിനോടൊന്നിച്ച് നല്ല അമ്മയായ നമ്മുടെ മാതാവിനോടൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി തരും. മാതാവ് ചോദിക്കുന്നത് ഒന്നും കൈവിടുകയില്ല. നമ്മളെ അധികം ഒത്തിരി സഹിക്കുവാനായിട്ട് മാതാവ് വിടുകയില്ല. മാതാവ് നമ്മോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും. നല്ല വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെ നല്ല വിശ്വാസത്തിൽ, നല്ല സ്നേഹത്തിൽ, പരസ്പര സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ, വിനയത്തോടുകൂടി, വിശ്വാസത്തിൽ, സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടുന്ന അനുഗ്രഹം എല്ലാവർക്കും മാതാവിൻ്റെ പ്രാർത്ഥനയാൽ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.